ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുദർശനൻ മേഴത്തൂർ. കുലദേവത ആരാധന കൊണ്ട് ലഭിക്കുന്ന ഗുണവും കുലദേവതയെ പരിത്യജിച്ചാൽ ലഭിക്കുന്ന മഹാശാപവും അനവധിയായ കുടുംബങ്ങൾക്ക് വലിയൊരു ദോഷത്തെയും ദുരിതത്തെയും പോലും ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. കുലദേവതയെ കേരളീയമായ സംസ്കാരത്തിൽ ധർമ്മദേവത എന്നാണല്ലോ നാം സാധാരണ വർണ്ണിക്കുക. അനവധി ക്ഷേത്രങ്ങളിൽ പോകുന്നവരാവാം നമ്മൾ. മഹാക്ഷേത്രങ്ങളിൽ പലതും ദർശനം നടത്തുന്നുണ്ടാവും. കുലദേവത എന്ന വിഷയത്തിൽ മറ്റൊരു അധ്യായത്തിൽ നാം ചിലത് പറഞ്ഞിട്ടുണ്ട്. അതിന് ബാക്കിയായ ചില കാര്യങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പലരും പല പുണ്യക്ഷേത്രങ്ങളിലും ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കുലദേവതയെ പരിത്യജിച്ചുകൊണ്ട് ഇതരങ്ങളായ ക്ഷേത്രങ്ങളിൽ ചെന്നാലൊന്നും തന്നെ അതിൻ്റെ ഫലവും അനുഗ്രഹവും ലഭിക്കില്ല എന്ന് മുമ്പേ പറഞ്ഞതാണല്ലോ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുലദേവത അറിയില്ലല്ലോ, അല്ലെങ്കിൽ എവിടെ ചെല്ലണം? ധർമ്മദേവത എന്നും നമ്മൾ കുലദേവതയെ സാധാരണ വർണ്ണിക്കാറുണ്ട്. നമ്മുടെ കുലത്തെയും ധർമ്മത്തെയും പാരമ്പര്യത്തെയും രക്ഷിക്കുന്ന ഒരു ദേവതയാണ്. പലരും ജ്യോതിഷ പ്രശ്നങ്ങളൊക്കെ ചെയ്ത ശേഷം കുലദേവതയുടെ ഭാവം അറിഞ്ഞിരിക്കണു, അല്ലെങ്കിൽ തൊഴിലിലും കുടുംബത്തിലും വരുന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് കാരണം കുലദേവതയെ പരിത്യജിച്ചതാണ് എന്നുള്ള കാരണം കൊണ്ടൊക്കെ ആ കുലദേവതയെ തേടിപ്പോയവരുണ്ട്. അച്ഛൻ്റെയോ അമ്മയുടെ വഴിക്കൊക്കെ കേരളത്തിൽ രണ്ട് താവഴി സമ്പ്രദായം. അമ്മയുടെ വഴിക്ക് മരുമക്കത്തായം നോക്കണവരുണ്ട്, അച്ഛൻ്റെ വഴിക്ക് നോക്കണവരുണ്ട്. എങ്ങനെയാച്ചാലും അവരവരുടെ കുലദേവതയെ അന്വേഷിച്ചു പോയി കണ്ടെത്താൻ സാധിക്കാത്ത കൊണ്ട് ആ ദോഷദുരിതങ്ങളെ ബാധിച്ചവരുണ്ട് അനവധി. ഇനി കുലദേവതയെ അറിയാതെ ഉത്തരമലബാറിലെ ആച്ചാൽ വള്ളുവനാടിൻ്റെ പരദേവതയായി തിരുമാന്താംകുന്നിൽ ഭഗവതിയോ, ഇപ്പോൾ മധ്യ കേരളത്തിലെ ആച്ചാൽ കൊടുങ്ങല്ലൂരിലെ ഭഗവതിയോ, ഇനി തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ പനയനാർക്കാവിലെ അമ്മയൊക്കെ ദർശിച്ച ഇതൊക്കെ രുദ്രഭദ്രകാളികളാണ്. അലിയാച്ചാൽ മൂകാംബികയും ഹേമാംബികയും ബാലാംബികയും ഒക്കെ ദർശിച്ച്, അല്ലെങ്കിൽ ചോറ്റാനിക്കരയോ ആറ്റുകാലോ ചെട്ടിക്കുളങ്ങരയോ പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ ദർശിച്ച് ദോഷത്തെ മുകുതമാവുന്നവരായിരിക്കും. കുലദേവത യാതൊരു വഴിക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഉപായം ഈ ദേശത്തെ പ്രധാന ദേവതകളെ ദർശിച്ച് അവരോട് സമസ്താപരാധം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ കുലദേവത ഭദ്രകാളി ഭാവത്തിലായിരിക്കാം, ദുർഗാഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദേവിയുടെ മറ്റേതെങ്കിലും സാങ്കേതിക വ്യത്യാസങ്ങളുള്ള ഭാവങ്ങളിലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരേ ഒരു മാർഗം ഇതേമാതിരിയുള്ള ദേശദേവതകളെ ചെന്ന് പ്രാർത്ഥിക്കുക. ആ ദേശത്തിലെ ഏറ്റവും ശ്രേഷ്ഠഭാവത്തിലിരിക്കുന്ന ദേവത, പ്രത്യേകിച്ച് രുചിത്വ സമ്പ്രദായത്തിലെ ദേവതകൾക്കൊക്കെ ശക്തിയും ചൈതന്യവും അല്പം കൂടുതലാണെന്നാണ് പറയുക. അതിൽ തിരുമാന്താംകുന്നും കൊടുങ്ങല്ലൂരും പനയനാർക്കാവും ഒക്കെ അതിൽ വരും. കാരണം നമ്മുടെ ദേവതയുടെ അതേ ശക്തി വലയങ്ങളോടുകൂടിയിരിക്കുന്ന ദേവതകളാണ് അവരൊക്കെ. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുലപാരമ്പര്യ ദേവതകളുടെ അതേ ഊർജ്ജ സ്രോതസ്സുമായിരിക്കുന്ന ദേവതകളാണ്. അപ്പോൾ കുലദേവതകരെ അന്വേഷിച്ചിട്ട് ലഭിക്കാത്തവര്, അല്ലെങ്കിൽ പരദേവതാസ്ഥാനം അന്വേഷിച്ചിട്ട് ലഭിക്കാത്തവർക്കുള്ള ഒരു പോംവഴി ഇത് മാത്രമാണ്. ഈ ഇതരങ്ങളായ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ ദേവതയെ നമ്മുടെ പരദേവതയായി സങ്കല്പിച്ച് വഴിപാടുകൾ, പ്രാർത്ഥനകൾ, സമർപ്പണങ്ങളൊക്കെ അവിടെ ചെയ്യുക. വർഷാവർഷം പറ്റുമെങ്കിൽ ഒരു ദിവസം സാധിക്കണ മാതിരിയൊക്കെ അവിടെ ചെന്ന് ഇഷ്ട വഴിപാടുകളൊക്കെ കഴിച്ചു വരികച്ചാൽ തീർച്ചയായിട്ടും കുലദേവതാ ദോഷം ഒരു പരിധിവരെ, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, ഇവർക്ക് ജ്യോതിഷപരമായി മറ്റു ചില വിഷമങ്ങൾ ഉണ്ടാവാം, കാവുകൾ നശിച്ചു പോയതാവാം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും ഇത് പൂർണ്ണമായ പ്രായശ്ചിത്തമാവില്ല. എങ്കിലും ഏറെക്കുറെയൊക്കെ ഒരു 90% വരുന്ന കേസുകളിലൊക്കെയും ഈ കുലദേവതാസ്ഥാനം നഷ്ടമായാൽ ദേശദേവതകളെ പ്രാർത്ഥിക്കുകയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മഹാക്ഷേത്രങ്ങളാവണം, അതുപോലെ കൊടിമരം ഉള്ള മഹാക്ഷേത്ര വിധാനത്തിലുള്ള ദേവതാഭാവങ്ങളായിരിക്കണം. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവരെ നമ്മുടെ കുലദേവത വിലയനം ചെയ്ത സ്ഥലമായിട്ട് അങ്ങോട്ട് കൽപ്പിക്കുക. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ നമ്മുടെ പൂർവന്മാർ കുലദേവതകളെ ആചരിച്ച്, അല്ലെങ്കിൽ ഗൃഹത്തിലോ ക്ഷേത്രം കെട്ടിയൊക്കെ ആചരിച്ച് ഒടുവിൽ ആ ദേവതയെ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള തായ് ഗൃഹങ്ങളിൽ കൊണ്ട് ലയിപ്പിച്ച സന്നിധികൾ ഉണ്ടാവാം. അത് നമുക്ക് അങ്ങനെയാണെന്ന് സങ്കല്പിച്ചാൽ തീർച്ചയായും ചിലർക്കൊക്കെ പലപ്പോഴും മൂകാംബികയിലോ കൊടുങ്ങല്ലൂരോ തിരുമാന്താംകുന്നിലോ ഒക്കെ ദർശനം ചെയ്ത് വന്ന ശേഷം അനവധിയായ സദനുഭവങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലങ്ങളായിട്ടൊന്നും അവിടെ പോകാറില്ല. ജന്മസ്ഥലം ഇന്ന സ്ഥലത്താണ്, കുലദേവത അറിയില്ല. പക്ഷെ ആ പ്രദേശത്തെ മഹാക്ഷേത്രമായിട്ടുള്ള ഇന്ന ദേവിയെ തൊഴുത് വന്നപ്പോൾ ശ്രേഷ്ഠമായൊരു ഭാഗ്യം വന്നു ചേർന്നു എന്നൊക്കെ പറയുന്നതിന് കാരണം ചിലപ്പോൾ ഇതാവാം, ആ കുലദേവത വിലയനം ചെയ്ത ഒരു സങ്കേതമായിരിക്കാം
ആ ദേവതാ ക്ഷേത്രം. അതുകൊണ്ട് ഐശ്വര്യവും അനുഗ്രഹവും വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. ഏറെക്കുറെയൊക്കെ കുലദേവതാ പരിത്യാഗത്തിന്റെ ദോഷങ്ങൾ ഇങ്ങനെ തീർക്കാം. ഇതിൽ തീരാത്ത ദോഷങ്ങൾ കൃത്യമായ ജ്യോതിഷ വിധിയായി ഒക്കെ പഠിച്ച ശേഷം മാത്രം അതിൻ്റെ പ്രായശ്ചിത്തത്തിലേക്ക് കടക്കുക. ഏറെക്കുറെയും കുലദേവതാ ദുരിതങ്ങൾ അനവധിയായ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണമാവാം. കുലദേവതാനുഗ്രഹം ഉണ്ടായാൽ തീരാവുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കുലദേവതാ പ്രീതിക്കായിക്കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാർ നമുക്ക് മാത്രം താക്കോലിട്ട് തുറക്കാവുന്ന ഒരു പ്രത്യേക കൂട്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ കുലദേവത. അത് മറ്റാർക്കുമല്ല, നമുക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് മാത്രം തുറക്കാവുന്ന ഒരു താക്കോലാണ് നമ്മുടെ കുലദേവത. ആ ദേവതയെ ഉപാസിക്കുമ്പോൾ കുറച്ചുകൂടെ അനുഗ്രഹം മറ്റുള്ള ദേവതകളിൽ നിന്ന് ലഭിക്കുന്നതിലധികവും നമുക്ക് അതിലൂടെ ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഈ വിഷയം എല്ലാവരും വളരെ ഭദ്രതയോടുകൂടി സ്വീകരിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.